ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളൊക്കെ ചാനലുകാർക്കും അതുപോലെ തന്നെ അവിടെ പോയ ഒന്ന് രണ്ട് രക്ഷാപ്രവർത്തകർക്കും എതിരെയാണ്. ഇന്നലെ വരെ പൊക്കിക്കൊണ്ട് നടന്ന പല ആൾക്കാരും ഇപ്പോൾ അവരെ എടുത്ത് താഴിട്ടേക്കാണ്. അതിന്റെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് നേതാക്കന്മാർ മുമ്പിൽ വന്നിട്ടുണ്ട്. വീഡിയോ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സംഗീത ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാവരും പറയും ജനമാണെന്ന്. ഒരിക്കലുമല്ല. അത് യൂട്യൂബിലുള്ള ABC മലയാളം എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഇതിനകത്താണ് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു ചാനലാണ്. അത് കാണുന്നവർക്കെല്ലാം അറിയാം. അപ്പൊ അതിനകത്ത് അയ്യോ വണക്കം എന്ന് പറയുന്ന ഒരു അണ്ണൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ബിളബിളാന്ന് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അയ്യ വണക്കം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കിടയിലെ ആറാട്ടണ്ണൻ അരുൺകുമാറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യവനെ എങ്ങാനും ആ ഏരിയയിൽ വല്ലതും കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലും കെട്ടി ഗംഗാവലി പുഴയിൽ ഒഴുക്കി വിടണമെന്നാണ് അവിടെയുള്ള പോലീസുകാർ മൊത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കാരണം അവിടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹഷ്മി താജ് ഇബ്രാഹിം അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ ബൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലയിൽ മുടിയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തോരം കുത്തിത്തിരിപ്പാണ് അയാൾ നടത്തിയതെന്നുള്ള ചോദ്യത്തിന് സാർ ഞാനല്ല സാർ, അത് വേറെ, ഞാൻ കണ്ടോ 24 ആണ് ഞാൻ എന്ന് ഹഷ്മി താജ് ഇബ്രാഹിം വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് കുത്തിത്തിരിപ്പാണ് ഇയാൾ അവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇയാൾ നടത്തിയ കുത്തിത്തിരിപ്പ് അക്കമിട്ട് എണ്ണി പറഞ്ഞു തരാം. ഒന്നാമത്തെ കുത്തിത്തിരിപ്പ് ഇയാൾ അവിടെ നടത്തിയത്, ഇയാൾ അവിടെ പോയി അവിടെയുള്ള SP-ക്കെതിരെ സംസാരിച്ചു. രണ്ടാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ദുരന്ത ഭൂമിയിൽ നിന്ന് കളിയാക്കി. മൂന്നാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് കന്നഡികർക്ക് മനുഷ്യജീവൻ ഒരു വിലയുമില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് സംസാരിച്ചു. നാലാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരെന്നുള്ളതിലുപരി ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മലയാളികളാണ് ജീവന് വില കൽപ്പിക്കുന്നത് എന്നുമുള്ള പൊറാട്ട് നാടകം ഇയാൾ അവിടെ നിന്ന് കളിച്ചു. അഞ്ചാമത് ഇയാൾ നടത്തിയ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷനെ വഴിതിരിച്ചു വിടാനുള്ളതിൽ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് ഇയാളും ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും നടത്തി എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ അണ്ണൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. എന്നാലും പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്ത് ചെയ്യാം. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അരുൺകുമാറിനെതിരെയാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്ന കാര്യം. അരുൺകുമാർ സംഘിയല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ. ഇനി അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിലേക്ക് വരുമ്പോഴേ ആദ്യത്തെ പോയിന്റ് വരുന്നത് SP അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഒരു പോയിന്റ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം ആയിരുന്നെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമോ? ഇനിയിപ്പോ അതല്ല ഭൂമി ഇടിഞ്ഞ് താഴെ വീഴും എന്ന് പറഞ്ഞാലും ശരി, മലയാളികളായിരുന്നെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ട് വീട്ടിൽ പോകാറുള്ളൂ അല്ലെ? നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഈ കാര്യം തന്നെയാണ്. രാത്രി 6 മണിക്ക് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തുന്നു എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത്ര നേരം അദ്ദേഹം ഒറ്റയ്ക്കവിടെ കിടക്കണോ? ജീവനുണ്ടെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്ന സമയമാണ് ഇത്രയും നാള്. അപ്പൊ 6 മണിക്കും 7 മണിക്കും പോകുന്നവര് പിറ്റേന്ന് വെളുപ്പിന് രാവിലെ 7:30ക്കും 8:30ക്ക് പോലും വരാതിരിക്കുമ്പോഴേ ഇവർ ലൈവ് ഇട്ടിട്ട് ആൾക്കാരെ കാണിക്കാൻ ഇപ്പോഴും ഈ അപകട സ്ഥലത്ത് ആരും എത്തിയിട്ടില്ലെന്നുള്ളത്. അത് ആൾക്കാർ കണ്ടതുകൊണ്ടാണ്, ഇത്രത്തോളം ഒരു പ്രോഗ്രസ് ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ. പിന്നെ അണ്ണന് ഏറ്റവും കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ണൻ ഈ പിണറായി ഒക്കെ ഉള്ള നാട്ടില്, അതായത് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ കുറച്ച് മടിയുള്ള ഒരാളാണ്. മലയാളി എന്ന് പറയാൻ കുറച്ച് അഭിമാനക്കുറവുള്ള ഒരാളാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ അണ്ണൻ പറഞ്ഞത്. അരുണ് മലയാളിയാണെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുന്നു. കാര്യം ഇതുപോലൊരു അപകടം നടക്കുമ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോയിന്റ് വന്നപ്പോഴേ അണ്ണൻ പറയുന്നത് അരുൺ അങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ലെന്ന്. എടോ, താങ്കൾക്കറിയാമോ കോവിഡിന്റെ സമയത്ത് നമ്മുടെ നാട്ടിലെ വിമാനാപകടത്തില് നിങ്ങൾ കണ്ടോ? എല്ലാവരും ലൈവായിട്ട് കണ്ടതില്ലേ? നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലെ ആംബുലൻസുകൾ നടത്തുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ജനങ്ങള് ആ ഒരു പരിക്കേറ്റവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതാണ് നമ്മുടെ നാട്. ആ കോവിഡിന്റെ സമയത്ത് കേട്ടോ, അത് അത്രത്തോളം ആൾക്കാർ മരിക്കുന്നതൊക്കെ ലൈവായിട്ട് നമ്മുടെ വീട്ടിലെ വാർത്തകളിൽ ഇരുന്ന് കണ്ടിട്ട് ആ ഒരു അപകടം ഉണ്ടായപ്പോ വിദേശത്ത് നിന്ന് വരുന്നവർക്കാണ് കോവിഡ് എന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് പോലും ആൾക്കാരെ എടുത്തുകൊണ്ട് വീടുകളിലേക്ക് ഓടാനില്ല, ഹോസ്പിറ്റലുകളിൽ ഓടാന് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കൊണ്ട് കഴിയും. ഇതിപ്പോ കർണാടകയിലായിരുന്നെങ്കിലോ സംഭവിക്കും ഇതുപോലെ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മലയാളിയാണെന്നുള്ളത്. ഇതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഒരു 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ കണ്ടത്? നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകാർ വാർത്തയാക്കിയതുമല്ലേ? അത്രത്തോളം വൃത്തികെട്ട ഒരു മനുഷ്യൻ കണ്ടാൽ അറയ്ക്കുന്ന ഒരു വേസ്റ്റുള്ള സ്ഥലത്ത് അത്രത്തോളം ആൾക്കാർ ഇറങ്ങി നിന്നിട്ട് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി പരിശ്രമിച്ചത് നമ്മുടെ നാടായിട്ടല്ലേ? അല്ല നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും? ഈ വാഹനം വെള്ളത്തിനടിയിൽ തന്നെ കാണും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വാഹനം വെള്ളത്തിനടിയിൽ കാണില്ല, അത് മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞു പരത്തുന്നതിൽ അങ്ങനെ രക്ഷാപ്രവർത്തനം ഇത്രയും ദിവസം വൈകിപ്പിച്ചതിൽ സ്തുത്യർഹമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ഒരാളാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് നെഞ്ചത്ത് കെട്ടിവെച്ച അടുത്തൊരു ആരോപണമാണ് അദ്ദേഹമാണ് ഈ ഒരു രീതിയെ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പൊക്കോണ്ടിരുന്ന ഈ ഒരു അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടതെന്ന്. അവര് പറഞ്ഞിരുന്നോ? നമ്മൾ കണ്ടതാണ് അവരുടെ ആ രീതികൾ, അവരുടെ ആ പ്രവർത്തന രീതികള്, ആ രക്ഷപ്പെടുത്തേണ്ട രീതികൾ നമ്മൾ കണ്ടതാണ്. 1-2 JCB ഉണ്ടാവും അവിടെ,
ഒരു 50 താഴെ ആൾക്കാരുണ്ടായിരിക്കും അവിടെ. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവരൊരു ഉത്തരവാദിത്തം പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മന്ത്രി അവിടെ കാണും. ഒരു SP പോലും ഇല്ലാത്ത ഒരു നാട്ടിലാണ് ഈ അരുണോടൊപ്പം വരുന്നിട്ട് പറഞ്ഞത് ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. അതിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫാണ് പറഞ്ഞത്, ആരുടെ ഈ അർജുന്റെ വൈഫാണ് പറഞ്ഞത് ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായാലും എന്താ വിചാരിക്കുക? ഫോൺ റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ കരയിൽ കാണണം. അത് വെള്ളത്തിൽ പോയി റിങ് ചെയ്യില്ലല്ലോ. ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ GPS കാര്യം പറഞ്ഞത് ആരാണ്? സുരേഷ് ഗോപി അടക്കമുള്ളവർ പറയുന്നത് അതിനുള്ള സർവ്വസന്നാഹങ്ങളും, അതായത് അവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ നന്മയുള്ള മലയാളി മകൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സുരേഷ് ഗോപി പറഞ്ഞു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന്. സുരേഷ് ഗോപിയുടെ ഈ വിഷയം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു പത്രപ്രവർത്തകൻ പോയി ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും കണ്ടു കാണും. ഹലോ, കർണാടകയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടാവുന്നില്ലെന്ന് പറയുന്നത്. ലോറി ഡ്രൈവർ ഒരു കോഴിക്കോട് സ്വദേശിയാണ്. 4 ദിവസമായി. ഇപ്പോൾ GPS ലൊക്കേറ്റഡ് ആണ്. സർക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഫാമിലിക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് കിട്ടുന്ന അവസ്ഥ. വേണ്ട നടപടി ഇതെവിടെ സ്ഥലം? കോഴിക്കോടാണ് സാർ. കർണാടക ഷിരൂർ. അതെ, ഏത് ഡിസ്ട്രിക്റ്റ്? ഡിസ്ട്രിക്റ്റ് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവം? അർജുനോ എവിടെ വെച്ച് എങ്ങനെ? വാർത്തകൾ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഒരു എല്ലാ മലയാളികളുടെ വീടുകളിൽ പ്രാർത്ഥനയോട്ടിരിക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ അവസ്ഥയാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് കാര്യം പോലും മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് അദ്ദേഹം ആ നമ്പർ വാങ്ങിക്കട്ടെ, ഞാൻ നോക്കാന്ന് പറഞ്ഞു പോയി. ആ ആളാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഇതെന്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത്. അദ്ദേഹം BJP-കാരൻ എന്ത് ചെയ്താലും അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ഉണ്ട്. ഇനിയിപ്പോ അദ്ദേഹം നെഗറ്റീവ് പറയാനുള്ള പോസിറ്റീവ് ആക്കി കാണിക്കാനും നമ്മളെ ഈ അണ്ണന് വലിയൊരു കഴിവാണ് കേട്ടോ. റിങ് ചെയ്തു എന്ന് പറഞ്ഞു. 4ാമത്തെ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞു വണ്ടി തന്നെ സ്റ്റാർട്ടായെന്ന് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി മണ്ണിനടിയിൽ തന്നെ കാണും എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ തിരിച്ചുവിട്ടതിൽ ഒരാൾ ഈ മനാഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ക കച്ചവടക്കാരൻ. ലോറി കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുക. അതിനു വേണ്ടി തന്നെ ഇയാൾ ചെയ്തതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അടുത്തത് പറഞ്ഞിരിക്കുന്നത് മനാഫിനെ കുറിച്ചാണ്. മനാഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷയത്തിൽ 2 കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, മനാഫ് ഒരു മുസ്ലിമാണ്. അത് നമുക്ക് എടുത്തു പറയണം. കാര്യം ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ABC ചാനൽ ആയതുകൊണ്ട് തന്നെ മനാഫ് ഒരു മുസ്ലിം ആണെന്നുള്ളത് അവർ പൊക്കി വെച്ചിട്ടുണ്ട്. മനാഫ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹം ഇൻഷുറൻസ് നേടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനാഫ് അപകടം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ അവിടെ നിന്നതും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഇപ്പൊ ലാസ്റ്റ് വന്ന വീഡിയോയിലൊക്കെ അദ്ദേഹം വളരെ ക്ഷീണിതരായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രത്തോളം അദ്ദേഹം ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ അവിടെ നോക്കിയിരുന്നത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയാണെന്ന്. അപ്പൊ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ നടക്കുമ്പോഴേ ഇതിന്റെ ഒരു വീഡിയോ കൊടുത്താൽ പോരെ? നാട്ടിലുള്ള ഈ ഒരു അവസ്ഥ ഇതുപോലെയുള്ള എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടികൾ ഒലിച്ചു പോകുമ്പോഴേ അവർ വണ്ടി കൊണ്ട് കാണിച്ചിട്ടാണ് ഇൻഷുറൻസ് മേടിക്കുക. ഈ അപകടങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഇൻഷുറൻസ് കിട്ടും. അതിന് വണ്ടി കിട്ടണം എന്നൊന്നുമില്ല. അതായത് ഈ പേരും പറഞ്ഞ് മനാഫിന് വളരെ വളരെ വലിയ രീതിയിൽ ക്രൂശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിന്റെ കാര്യം പറഞ്ഞത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ് സൈന്യത്തിന്റെ കാര്യം പറഞ്ഞത്. ഇതുപോലൊരു അപകടം നടക്കുന്ന സമയത്ത് സൈന്യത്തിനെ ആൾക്കാർ പറഞ്ഞ് ധരിപ്പിച്ചതുള്ള തെറ്റാണെന്ന് അറിയില്ല. സൈന്യം വന്നപ്പോഴും ഒരു എക്യുപ്മെന്റ് അവരിലില്ല. പിറ്റേന്നാണ് റഡാർ പോലും വരുന്നത്. നമ്മളെല്ലാവരും ലൈവായിട്ട് കാണുന്ന കാര്യങ്ങളല്ലേ, പിറ്റേന്നാണ് റഡാർ പോലും വരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവരെല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കർണാടക ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള രീതിയാണ് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഈ സ്ട്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവർ 2 ദിവസം ആ നദിയിൽ മൊത്തം സെർച്ച് ചെയ്തു. എന്നിട്ട് കിട്ടിയോ? എന്നിട്ട് അർജുനെ കുറിച്ചോ കിട്ടിയോ? അവർക്ക് പൊങ്ങിപ്പോയ ആ ടാങ്കർ ലോറിയുടെ അത് പൊങ്ങിക്കിടന്നുകൊണ്ട് മാത്രമാണ് അവരത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അവർ താഴോട്ടിറങ്ങി ശ്രമിച്ചിട്ടില്ല. ഇവർ ആദ്യം ചെയ്തത് എന്താണ്? ആ റോഡ് ക്ലീൻ ആക്കുക എന്നുള്ളത് മാത്രമാണ്. ആ റോഡ് അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ വീണ മണ്ണെടുത്തിട്ട് അവർ നദിക്കരയിലോട്ട് ഇട്ടു, റോഡ് ക്ലീൻ ആക്കി. അതിനുശേഷം അവർ ആ സംഭവം നിന്നേനെ, ഈ പരിപാടി അവിടെ നിന്നേനെ. കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാം പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരവും കാര്യങ്ങളും ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടപ്പോഴും അദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതി അവരൊക്കെ വിട്ടുപോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെന്ന് പറയുമ്പോഴേ നമ്മുടെ അവസാനത്തെ ശ്വാസം വരെയും നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നമ്മൾ ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ മലയാളികളെ നമ്മൾ എവിടെ പോലും ഒത്തൊരുമയുണ്ടെന്ന് ആൾക്കാർ പറയുന്ന കാര്യം. ഇതിനകത്തിന് മതവും വർഗീയതയും ഒന്നും കയറ്റേണ്ട കാര്യമില്ല. അപ്പൊ അണ്ണൻ പറഞ്ഞതുപോലെ ഇനി ഒരു വിഷയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ അരുൺ എന്ന് പറയുന്ന മൊട്ട അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം വീട്ടിലിരുന്നാൽ മതി. അദ്ദേഹം ചാനലുകാർ അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കേണ്ട കാര്യമില്ല.
ഇങ്ങനെ നമ്മളെല്ലാവരും തീരുമാനിച്ചാല്, നമ്മുടെ വീട്ടിലിരിക്കാമെന്ന് തീരുമാനിച്ചാല് അത് അവിടെ കഴിയും. ഇത് ചോദിക്കുന്നത് കൊണ്ടാണ് അവർ ഇത്രത്തോളമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തത്. ആ സൈന്യം വന്നതിന് 5ാമത്തെ ദിവസമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലൊരു വിഷയം ഇല്ലായിരുന്നുവെങ്കിൽ സൈന്യം വരുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സൈന്യം വരില്ല അവിടെ. കാര്യം ഇത്രത്തോളം വിഷയം ആയപ്പോഴാണ്, ഇങ്ങനെ കാര്യങ്ങൾ ലൈവായിട്ട് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവം വളരെ സീരിയസ് ആണെന്നും എല്ലാവരും ഇതിൽ ഉൾപ്പെടണമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ തന്നെ, ഈ നേതൃത്വം തന്നെ ഇറങ്ങി തിരിച്ചത്. അവിടെ എന്താ പറയാ, ഈ സംഭവം ഉണ്ടായിട്ട് 6ാമത്തെ ദിവസമാണ് അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നത്. അതും ഇത്രത്തോളം ലൈവായിട്ട് ശേഷം. അതിനിടെ അവരൊന്ന് പറഞ്ഞ കാര്യം എന്താണ്, ആ മണ്ണ് 98% മണ്ണ് നീക്കിയെന്നാണ്. നമ്മൾ കണ്ടതല്ലേ ലൈവായിട്ട് അവരെത്രത്തോളം മണ്ണ് നീക്കിയിട്ടുണ്ടെന്നുള്ളത് അവിടെ. അപ്പൊ അവർക്ക് വേണ്ടത് ഈ ഒരു കാര്യം എങ്ങനെയും തലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ സംഭവം അത് നടക്കാതെ പോയത് ഇത്രത്തോളം ചാനലുകാരവിടെ പോയിട്ട് ലൈവായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, അവരെ ഒന്ന് നമ്മള് അല്ലെങ്കിൽ അവരെ നമ്മൾ പൊക്കി വെച്ചില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാര് ചേർന്ന് അവരെ താഴെടായിരുന്നാൽ മതി. രഞ്ജിത്തിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അവിടെ പോയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇത്ര ഫാസ്റ്റ് ആയി തുടങ്ങിയത്. ശരിയായിരിക്കും, അദ്ദേഹം തെറ്റുപറ്റി കാണും. ആൾക്കാർ പറഞ്ഞു കൊടുത്തപ്പോഴ്, അതായത് GPS ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴ് നമ്മളാണെങ്കിലും എന്താ കരുതുക, വണ്ടി കരയിൽ തന്നെ ഉണ്ടെന്നാണ്. അത് മാത്രമല്ല, എല്ലാ മലയാളികളും കരുതിയിരിക്കുന്നത് വണ്ടി കരയിൽ ഉണ്ടാകണമെന്നാണ്. കരയിലുണ്ടെങ്കിലേ അർജുന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഒരു 50-50 ചാൻസ് എങ്കിലും ഉള്ളൂ. വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ. നമ്മളെല്ലാവരും എങ്ങനെ അർജുൻ വെള്ളത്തിലാണ് അങ്ങനെ, അത് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്നലെ വരെയും കരുതിയിരുന്നത് വണ്ടി കരയിൽ ഉണ്ടാകണേ എന്നാണ്. എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചു പിടിക്കണമേ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. കർണാടക ആദ്യത്തെ 3-4 ദിവസം വെള്ളത്തിൽ കിടന്നാണ് നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടെന്തേ അർജുനെ കിട്ടിയില്ല? ഇപ്പോഴല്ലേ കിട്ടിയത് അർജുനെ? ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം. നിങ്ങൾക്ക് ചാനലിന് റേറ്റിംഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വർഗീയത അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുത്തിക്കയറ്റിയാൽ മാത്രമേ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ പ്രേക്ഷകർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ ഇതുപോലുള്ള വിഷയങ്ങൾ നടക്കുമ്പോഴേ അതിനെ സ്വന്തം ജീവനും സ്വന്തം പണവും ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെ ക്യാമറ ഫേസിൽ പോലും വരാത്ത ഒരുപാട് ആൾക്കാർ മുഖത്തുനിന്ന് പോയിട്ടുണ്ട്. നമ്മൾ കണ്ടു കാണും, ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അവിടെ. അവരൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത്? ഒരിക്കലും അല്ല. തന്റെ ഒരു സഹോദരൻ താഴെ കിടക്കുന്നു, രക്ഷപ്പെടുത്തണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അതാണ് മലയാളികളുടെ ചിന്തയും. എങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ച് വർഗീയത ഗതിക്കയറ്റിയാൽ നിങ്ങളുടെ ആൾക്കാർ കാണുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് ചിന്തിക്കുക, അവരും മനുഷ്യരാണ്. ഒരു ലാഭത്തിന് വേണ്ടിയും ചെയ്ത കാര്യമല്ല, ഒരു മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യമാണ്. ചിന്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ഗുഡ് ബൈ.